എന്താ ഈ പാസ്പോർട്ട് കൊടുക്കണ്ടേ ജോലിക്ക് പോകണ്ടോ? ആ പോകണ്ട് പാസ്പോർട്ട് എടുക്ക്. ഈ എപ്പോഴും ഇങ്ങനെ പാട്ടും കേട്ടുന്ന പണിയൊന്നും അന്വേഷിക്കണ്ടേ? പാസ്പോർട്ട് ഇതിലാണ്ട് വെച്ചിരുന്ന്. പാസ്പോർട്ട് എവിടെ വെച്ചെന്നറിയില്ലേ? ഞാൻ ഇതിലാ വെച്ചിരുന്നത്. ഇല്ല, നിങ്ങൾ പാസ്പോർട്ട് വന്നപാടെ അയ്യൂബിനെ കൊടുത്തില്ലേ? ഇവിടെ വെച്ച് പിന്നെ എവിടെ പോകാനാ? ഞാൻ ബാഗിൽ വെച്ചിട്ട് കൂട്ടിയിട്ടാണ്. പാസ്പോർട്ട് വെച്ചെന്ന് എനിക്കറിയില്ല. ഈ ആ പണി അന്വേഷിക്കാൻ പോണ്. പാസ്പോർട്ട് അവിടുന്ന് എടുത്തില്ല, എയർപോർട്ടിൽ നിന്ന് തിരിച്ച് മേടിച്ചില്ല. പാസ്പോർട്ട് ഇവിടെ വന്നിട്ട് ഞാൻ മറിച്ച് നോക്കിയതാണ്. അത് ശരി. അതൊക്കെ നോക്കിട്ട് വേറെ ബാഗുണ്ടാ? കബോട്ടിലായാലൊക്കെ നോക്ക്. പാസ്പോർട്ടില്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ആകെ കുഴപ്പമാവൂല. ഒരു കവറിലാക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കവറില്ല. ഈ അയ്യൂബിനെ കൊടുത്തില്ല. ഇതിന്റെ ബാഗ് ഒക്കെ വലിച്ചിട്ട് പോകാലോ. ഒരു ബാഗ് എവിടെ? അപ്പൊ അതാരതാ? ഒരു ബാഗ് ഇതൊക്കെ അയ്യൂബിന്റെ അല്ലേ? കുറച്ചല്ലേ? ഇതിലുണ്ടോ? എവിടെ പോയി പിന്നെ? പാസ്പോർട്ട് കാണാനല്ലേ എന്താ ചെയ്യാ? എന്താ ഈ പാസ്പോർട്ട് എവിടെ വെച്ചെന്ന് അറിയില്ല, എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. ഈ റൂമിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് 2 ബാഗ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ബാഗും ഇത് 2 ഞാൻ പൂട്ടിട്ടില്ല. അത് പൂട്ടിയിട്ടുണ്ടാവില്ല, അത് പൂട്ടിയിരുന്നു. ഒരു ബാഗ് ഇവിടെ ഉണ്ട്, ഒരു ബാഗ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ പാസ്പോർട്ട് കാണാനില്ല. ബാഗൊക്കെ ആരോ വർഷമായില്ലേ? എന്റെ ബാഗൊക്കെ ആരോ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷർട്ടുകളൊക്കെ ഞാൻ ആളും വീട്ടിലോ ചെക്ക് ചെയ്യാൻ ഈ ശ്രദ്ധിക്കാണ്ടാണ് സാധനങ്ങളൊക്കെ. ഇതിപ്പോ കളിക്കേണ്ട കാര്യമല്ല, പാസ്പോർട്ടാണ് മിസ്റ്റേക്കണത്. ഞാനറിയില്ല. ഈ അയ്യൂബിനെ വിളിക്ക്, ഫോൺ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇവിടെ ഈ റൂമിൽ ഇന്നൊന്നും വിചാരിക്കണ്ടപ്പോ ഞാൻ നിങ്ങളെ ഒരു മറ്റേ ഒന്നും ഉണ്ടാക്കി പറയല്ല. എന്തൊക്കെയോ നടക്കുന്നു. എന്റെ ബാഗൊക്കെ ആരോ ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ചാവിയൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ തുറന്നിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 2 ആഴ്ച മുന്നേ അടി കിട്ടിയതോ? രാത്രി കണ്ടാവും. സമയത്ത് വന്നിട്ട് ആരടിക്കാനാ? എന്ത് സ്വപ്നം കാണുന്നത്? ഇവിടെ ഇപ്പൊ ഇന്നങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തു. ഇവിടെ പണിയില്ല, ഒന്നും ഇല്ലാണ്ടാക്കിട്ട് ആകെ ഇറങ്ങാൻ പാസ്പോർട്ടും പോയി വന്ന് 2 ആഴ്ച മുമ്പ്. എന്താണ് ദുഃഖം? എന്തെറ്റി? എന്താണ് പാസ്പോർട്ട് കാണാനാന്ന് പറയുന്നത്? പാസ്പോർട്ട് ഞാൻ ഈ ബാഗ് ചെയ്തതാ. ഇപ്പൊ ബാഗ് തുറന്നിട്ട് അരിമം പറയുമ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിട്ട് ബാഗ് തുറന്നു നോക്കുമ്പോ പാസ്പോർട്ട് കാണാനില്ല. അതവിടെ എവിടെ ഉണ്ടാവും. നീ ശരിക്ക് തപ്പിയോ? പക്ഷെ എന്റെ ബാഗ് അങ്ങോട്ടോട്ട് വലിച്ചിട്ട് ആകെ വൃത്തിയേടാക്കിട്ട് എടുക്കുന്നത്. എന്റെ ബാഗില്? എന്റെ ബാഗിന് 2 ബാഗ്. ഇത് ഫുള്ളായിട്ട് നോക്കിയോ? അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ അതില് കാണാനില്ല. പാസ്പോർട്ട് ചെയ്യുന്ന കവറടക്കം കാണാനില്ല. ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് ആരോ പാസ്പോർട്ട് വന്നെടുക്കുക? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ടെന്ന്? എന്താ നടക്കുന്നത്? ഇവനെന്താ പറ്റി? എന്താ അറിയില്ല. അവന് പാസ്പോർട്ട് കാണാനല്ല, അവനെ തല്ലി എന്നൊക്കെ പറയുന്നു. ഞങ്ങള് എന്താ ചെയ്യാ?
ഇന്റെ പാസ്പോർട്ട് കാണാത്തതിന് അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇക്കൊരാളെ ഇവിടെ സംശയമുണ്ട്. ആര്? അവിടെ അളിയനൊക്കെ സംശയമുണ്ട്. മൂപ്പര് ദേവന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ എന്തായി പറയുന്നത്? 3 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ആ അളിയൻ ഇവിടെ എപ്പോഴും വരുന്നതാ. ഈ വന്നേരം മാത്രമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. ഞങ്ങളിവിടെ ഒരുപാട് കാലമായി താമസിക്കുന്നത്. വെറുതെ അയാളെ കുറ്റം പറയേണ്ട കേട്ടോ. മൂപ്പര് വന്നാൽ എന്റെ ബാഗ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടി. എന്താണ് ഇവര് പറയുന്നത്? എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ ചെയ്യണം. എനിക്കൊന്നും ആവൂല. അളിയനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയനോട് പറയണ്ട. ഇതൊന്നും ഇതൊന്നുമില്ല. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. റൂം ഫുള്ളായി ചെക്ക് ചെയ്തു. മൊബൈൽ ഇത് കാണാനല്ല, പാസ്പോർട്ട് കാണാനുണ്ട്. അത് അയ്യൂബിന്റെ എന്താ ചെക്ക് ചെയ്യേണ്ട ആവശ്യം? ഇത് നോക്കണം, എല്ലാം നോക്കണം. പറ്റാത്ത കാലാണ്. പണ്ട് കൊടുത്തു വിചാരിച്ചിട്ട് നോക്കണ്ടില്ല. ഇതൊക്കെ നോക്കണം, എല്ലാം നോക്കണം. ഇത് നോക്കണം. ഇത് നോക്കേണ്ട ആവശ്യം എല്ലാം നോക്ക്. നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എടുക്കുന്ന പാസ്പോർട്ട് ഇതിപ്പോ എതിലാ വന്ന്? ഇതല്ലേ? അതാ ഇതിപ്പോ എവിടുന്ന വീണ്? ഞാൻ ഇതെടുത്ത് നോക്കുമ്പോ ഇതെന്നാ വീണ്. ഇതിലെന്തോ കളിയുണ്ട്, ഇതിലെന്തോ ചതിയുണ്ട്. ഇത് നമുക്ക് കാര്യമായിട്ട് എന്തായാലും അന്വേഷിക്കണം. അയ്യൂബല്ലേ? എന്താ പിന്നെ ഞങ്ങള് പുറത്തിട്ടുണ്ട്. ഈ ഓഫീസില്ലേ, ഒന്ന് അത്യാവശ്യമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പുറത്തിറങ്ങിയതാ. എന്താണ് പറയേണ്ടത്? നമുക്ക് അവിടെ മാറി സംസാരിക്കാം. ഒരു അത്യാവശ്യ കാര്യം സമയത്ത് വിളിച്ചത്. ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാണ്ട്. എന്തിനാ അവന്റെ പാസ്പോർട്ട് എടുത്തു? ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയല്ല പാസ്പോർട്ട്. അറിയാതെ അങ്ങനെ എന്താ എന്നോട് ചോദിച്ചില്ല. അപ്പൊ ഈ കണ്ടില്ല എന്ന് പറഞ്ഞില്ല. സുബൈർക്കാട് പണി മുടക്കി. ഒരു പണി ശരിയാക്കി മുടക്കി പറഞ്ഞു സുബൈർക്ക. പണി കൊടുക്കണ്ട. അതൊക്കെ പോട്ടെ. ഈ അന്ന് അടിച്ചത് എന്റെ തലക്ക് ഈയല്ലേ? ഞാൻ ഈ അന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊന്നും പറയാനടാ. ഞാൻ ഇവിടെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ. ആദ്യം വന്നേക്ക് ഉറക്കത്തിൽ ആരോ എന്നെ അടിച്ചു. അത് ഈയാണെന്ന് നിനക്ക് പരിപൂർണമായിട്ട് ഉറപ്പാണ്. വേറെ ആരോ റൂമിലൊന്നും അടിക്കാൻ സാധ്യതയല്ല. പിന്നെ എന്റെ പാസ്പോർട്ട് എടുത്ത് വെച്ചു. എന്റെ പണി സുബൈർക്ക് പണിയാക്കി തരാറുണ്ട്. ഈ അനിമ പോയിട്ട് പണി ശരിയാക്കിയത് പോയിട്ട് മുടക്കും ചെയ്യും. എന്തിനാ ഇന്നെ കൊല്ല ചെയ്യുന്നേ? അപ്പൊ എന്താണെന്ന് തനിക്കാണ് അറിയണല്ലേ? 3 വർഷത്തോളം ഞാൻ സ്നേഹിച്ച പെണ്ണിനാണ് നീ കല്യാണം കഴിച്ചത്. എനിക്കിതൊന്നും അറിയില്ല അയ്യൂബേ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇതൊന്നും അറിയണ്ട. പക്ഷെങ്കില് തന്നെ ഈ ദുബായിൽ ഞാൻ കൊണ്ടുവന്നത് തനക്ക് ജോലി ശരിയാക്കി തരാനൊന്നുമല്ല. തന്നെ ഇവിടെ കുത്തിരുന്ന് കഷ്ടപ്പെടുത്താനാണ്. എനിക്ക് ഈ ഒരു ജോലി ആക്കി തരണ്ട. എനിക്ക് നാട്ടിൽ പോയാൽ മതി. എന്റെ കഴിവിന്റെ പരമാവധി തനിക്ക് കിട്ടുന്ന ജോലിയൊക്കെ ഞാൻ മുടക്കും. എന്നിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെടുത്തും. അതിനാണ് ഞാൻ ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. കഷ്ടപ്പെടുത്തും. എന്നോട് എത്ര ക്രൂരത! ഇതിനൊക്കെ ഈ അനുഭവിക്കും. ഞാൻ അനുഭവിച്ചോളാം. മുമ്പ് വേറൊരു കാര്യം മനസ്സിലായിക്കോ. കൊട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിക്കോട്ടോ റൂമിൽ. ആ റൂമിൽ താമസിക്കാൻ പറ്റൂല. അത് ഈയല്ല തീരുമാനിക്കാം. റൂമിൽ ഞാൻ എടുത്താണ്. ഞാൻ തീരുമാനിക്കുമോ പോണാ പോണ്ടത്. ഓ, ഇന്നലെ വന്ന ഇവനായിപ്പം വലിയ ആള്. ഇതിനു മുമ്പേ ഉള്ള നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതായിരുന്നു അല്ലേ? വേണ്ടോ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടിട്ട് ചെയ്യാം? ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടവനെ കൊണ്ടുവരണ? എനിക്കിപ്പോ അവനാണ് തരുന്നല്ലേ? നമുക്ക് കാണാം. നമുക്ക് കാണടോ. നമുക്ക് കാണാം. അല്ല അയ്യൂബ് എവിടെ? അയ്യൂബ് തരം വന്നിട്ടില്ലല്ലോ. അതൊന്നും അറിയണ്ട. അയ്യൂബ് കൊണ്ട് വന്നോളൂ. അതിന് വഴിയൊക്കെ അറിയണം. ഹലോ, എപ്പോ? എവിടെ വെച്ചിട്ട്? ഇപ്പൊ എവിടെയല്ലേ? ഞങ്ങളോട് കണ്ടിപ്പോ. എന്താ ചെയ്യാ? എന്താണ്? നമ്മൾ അയ്യൂബിന് ആക്സിഡന്റ് പറ്റി. അയ്യൂബിനെ ആക്സിഡന്റ് പറ്റിക്കേ? എന്താ സംഭവിച്ചത്? അത് ഇന്നലെ
ഇന്നലെ രാത്രിയാണ് ഓഫീസിൽ വരുന്ന വഴിക്ക് ആ ഒരു അറബി കൊണ്ടുപോയി ചാമ്പ്യതാണ് ശ്രദ്ധിച്ചില്ല പറഞ്ഞിട്ടുണ്ട് അതെ ഡോക്ടറെ അധികം സംസാരിക്കാൻ എന്താ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല മുഖത്ത് ചെറിയ കയ്യിനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ചൊരായിട്ടുള്ള കടക്കേണ്ടി വരും അവിടെ നോക്കേണ്ടി വരും ഞാനും ജോലിക്കാരാണ് 2 മാസം റെസ്റ്റ് എടുക്കാൻ അല്ല അവന്റെ ഫാമിലി കൂടെ അല്ലേ ഇല്ല ഫാമിലിയുമായിട്ട് ആരുമില്ല ഇല്ല അത് നാട്ടുകാരൊക്കെ എന്തൊക്കെ ചെയ്യാം ഡോക്ടർ എന്തൊക്കെ ഉണ്ടായോ ചെറിയ വേദന പോയിട്ടില്ല നടക്കാൻ പറ്റുന്നു കുഴപ്പമില്ല ഓക്കെ എന്താ ഭക്ഷണത്തിന് അയ്യോ ഞാൻ പോകുന്നു തിരക്കുണ്ട് ഓക്കെ എല്ലാ കാര്യം കറങ്ങാൻ പോയില്ലേ കാര്യങ്ങൾ പോയിട്ട് വരാം ഈ പോവാണ് പോയിട്ട് വരാം ഓക്കെ അതെ അയ്യൂടെ ഓലെല്ലാവരും പണി തിരക്കുള്ളവരാണ് ഓലൊക്കെ പോയി എനിക്ക് പണിയില്ല തിരക്കില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഈ ഹോസ്പിറ്റലിൽ എത്ര കാലങ്ങൾ നടക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഞാനില്ല എൻ്റെ കൂടെ കാണുന്നത് അതിലൂടെ ഞാൻ ഒരുപാട് ഷൂകൾ ചെയ്തു എന്തിനെ ചികിത്സ ചെയ്ത് ഒരുപാട് ടെസ്റ്റ് ചെയ്തു അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കൂടുതൽ ചെയ്തു എല്ലാം ചെയ്തോട് കൊടുക്കും അന്നോട് ഞാൻ ചെയ്ത് തെറ്റിന് പടക്കം നടത്തിയാണ് എന്നാൽ നിങ്ങളുടെ അവസ്ഥ ഈ കണ്ടു